Hi Makale, welcome back to Learners. Class 9 Social Science first chapter on the roof of the world. ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാല്ലേ, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ. എന്താ? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞു തരും എന്താണ് സംഭവം എന്നുള്ളത്. നോർത്തേൺ മൗണ്ടൻ റേഞ്ചിന്റെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നത്. അതായത് ക്ലാസിഫൈഡ് ഇൻടു 3. മൂന്നായിട്ട് നോർത്തേൺ മൗണ്ടൻ റേഞ്ചിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ് അല്ലേ. ഇവിടെ ഡാഷ് ഇട്ട് തന്നിട്ടുണ്ട്, എന്ത് എഴുതണം? ട്രാൻസ് ഹിമാലയാസ്, 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 ഈസ്റ്റേൺ ഹിൽസ്. അപ്പൊ അത് മൂന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. മൂന്നായി തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. ഇങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ പിന്നെ എഴുതേണ്ടത് അതിന്റെ കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഹിമാലയാസിന്റെ താഴെ ഹിമാദ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ആരാണ്? പറഞ്ഞോളൂ. ഹിമാദ്രി കഴിഞ്ഞാൽ ആരാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹിമാചൽ, ശിവാലിക്. ഈ മൂന്നെണ്ണം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, പിന്നെ ട്രാൻസ് ഹിമാലയാസിനകത്ത് വരുന്നതാണ് ഇത് കാരക്കോറം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കാരക്കോറം, അതുപോലെ തന്നെ സസ്കർ. അപ്പൊ അവിടെ എഴുതണം കാരക്കോറം, അതുപോലെ തന്നെ സസ്കർ. ഓക്കെ, സസ്കർ. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈസ്റ്റേൺ ഹിൽസിനകത്ത് വരുന്നത് നാഗാ ഹിൽസ്, അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഗാസി ഹിൽസ് ആണ് അല്ലെ. ഏതാണ്? ഗാസി ഹിൽസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് ചോദിച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കരുത്. നോർത്തേൺ മൗണ്ടൻ റേഞ്ചിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. ഇനി അതിന്റെ തന്നെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. ഇനി ട്രാൻസ് ഹിമാലയാസിൽ വരുന്നതാണ് ഇതൊക്കെ കാരക്കോറം, സസ്കർ, ലഡാക്ക് ഒക്കെ വരുന്നത് ഈ ഒരു പാർട്ടിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഹിമാലയാസ്. ഹിമാലയാസിൽ ഇതുപോലെ തന്നെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക്. അതുപോലെ തന്നെ ഈസ്റ്റേൺ ഹിൽസ്, നാഗാ ഹിൽസ്, ഗാരോ, ഗാസി ഹിൽസ്. ഇതൊക്കെ അതായത് കുറച്ച് ഹൈറ്റ് കുറയും തോറും ഈസ്റ്റേണിലേക്ക് പോകും തോറും ഹൈറ്റ് കുറഞ്ഞു വരുന്നു. അപ്പൊ അത് എന്തായി മാറുന്നു? കുന്നുകളായി മാറുന്നു. പിന്നെ ഈ ഒരു ടോപ്പിക്കിന്റെ മുകളിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മനസ്സിലാവും. പാമിർ നോട്ട്. അത് നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. പാമിർ നോട്ട് എന്താണ്? ഓഫ് ദ വേൾഡ്, അതായത് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമിർ നോട്ട് ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ പാമിർ നോട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മുടെ SCRTയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, പാമിർ നോട്ടിന്റെ കാര്യം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. ഇതുപോലത്തെ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ടോപ്പിക്കുകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് നാളെ നമ്മൾ കൃത്യം 6:30 ലൈവ് വരുന്നുണ്ട്. 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ആണ്. ടീച്ചറും ഉണ്ടാവും, അതുപോലെ തന്നെ ഞാനും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം.